ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ബ്ലോക്ക് എങ്ങനെയാണ് സൂക്ഷിക്കുക, കേടാവാതെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബ്ലോക്ക് കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബ്ലോക്ക് പ്രിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി കാണിച്ചു തരണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കുറച്ച് മെറ്റീരിയൽസ് ആണ്, ടോപ്പ് മെറ്റീരിയൽസ് ആണ്, ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ടോപ്പ് മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം റെഡി ഫോർ സെയിലാണ്. ഇന്നത്തെ ഇതിൽ 6 ടോപ്പ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത്. 6ഉം റെഡി ഫോർ സെയിലാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഏത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഡിസൈനും എല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ മെറ്റീരിയൽ. ഇത് റോ കോട്ടൺ ആണ് മെറ്റീരിയൽ. 2.5 മീറ്ററിൻ്റെ റോ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പം അതിൻ്റെ ഇവിടെ ഇങ്ങനെ കഴുത്തിൻ്റെ താഴെയായിട്ട്, നമ്മുടെ കഴുത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ട് താഴെ ചെസ്റ്റ് പോർഷനിലായിട്ടാണ് എംബ്രോയിഡറി വരുന്നത്. ഈ എംബ്രോയിഡറി ഇച്ചിരി വലുതായിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. 3 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ലേസി ഫ്രഞ്ച് നോട്ടും സ്റ്റെം സ്റ്റിച്ചും ഫ്ലൈ സ്റ്റിച്ച് ഫിഷ് ബോണും ആണ് ഇതിൻ്റെ അകത്ത് സ്റ്റിച്ചസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്തിരി ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രൊജക്ഷനുള്ള വർക്കാണ്. 6 strands ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പോർഷനിൽ മാത്രമാണ് വർക്കുള്ളത്. 2.5 മീറ്റർ മെറ്റീരിയലുമാണ് ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ കളർ പറയുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ റെഡും ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ക്രീം ഷെയ്ഡുള്ള ലീവ്സും അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് എന്നും പറയാം. പിന്നെ ബ്രൗൺ സ്റ്റെംസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1150 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം ഇതാണ് ആദ്യത്തെ മെറ്റീരിയൽ. അപ്പം ഇഷ്ടമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. സിംഗിൾ പീസാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറിൽ, പക്ഷേ ഡിസൈനിങ് ഇത് തന്നെയാണ്. ഈ സെയിം കളർ തന്നെയാണ്, പക്ഷേ ഡിസൈനിങ് വേറെ ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യം കണ്ട സെയിം കളർ തന്നെയാണ്. അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് വേറൊരു കളറാണ്. ഈ ഒരു മെറ്റീരിയലിനകത്ത് വേറെ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് റാണി പിങ്കും ഈ സ്റ്റെംസും ലീവ്സും ഓഫ് വൈറ്റിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഈ ഫ്ലവേഴ്സൊക്കെ തയ്ക്കാൻ, ഫ്ലവർ പെറ്റൽസ് ഒക്കെ തയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നടുക്ക് ഒരു ലേസി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ആണെങ്കിലും ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിങ്ങനത്തെ 2 ഡിസൈനാണ് നമ്മൾ ഫ്രണ്ടിൽ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. കഴുത്തിൻ്റെ താഴത്തോട്ട് വരുന്ന ഡിസൈനിങ് ആണ്. അത് കുറച്ച് അധികം ഉണ്ട്. ഇപ്പോൾ ഇവിടം വരെ കഴുത്തുണ്ടെങ്കിൽ ഇവിടം വയറ് വരെയുള്ള ഡിസൈനിങ് ഉണ്ട്. നമുക്ക് കാണാൻ അത്യാവശ്യം നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഡിസൈനുമാണ്. കളർ കോമ്പിനേഷൻ കാരണം ഈ കളറായാലും നമുക്ക് പാൻറ് യൂസ് ചെയ്ത് ഈ മെറ്റീരിയലുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതാണ്. ഇതും 2.5 മീറ്ററിൻ്റെ റോ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1000 rupees ആണ്. അപ്പോൾ നമുക്ക് അടുത്ത മെറ്റീരിയൽ കണ്ടു നോക്കാം. ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് മെറ്റീരിയൽ. ഇതും ബ്രോ കോട്ടൺ ആണ്. ഇന്ന് കാണിക്കുന്ന 6 മെറ്റീരിയലും ബ്രോ കോട്ടൺ മെറ്റീരിയൽസ് ആണ്. ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് മെറ്റീരിയലിൽ 2.5 മീറ്ററിൻ്റെ മെറ്റീരിയലിൽ നമ്മൾ യെല്ലോ ആൻഡ് ഓഷ്യൻ ബ്ലൂ കളർ ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ യെല്ലോ ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലേസി ബൂളിയൻ നോട്ടാണ് ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. ഇവിടെ എന്നിട്ട് നടുക്ക് ബ്ലാക്ക് ബീഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കളർ പോകുന്ന ബീഡല്ല, നല്ല ബീഡാണ്. പിന്നെ ഇവിടെ നമ്മൾ ഓഷ്യൻ ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെമ്മും ലീവ്സും തയ്ച്ചിരിക്കുന്നത്. ഇത് ലേസി ആണ് അടുപ്പിച്ച് നല്ലോണം തയ്ച്ചിരിക്കുന്നതാണ് ഈ ലീവ്സ്.
സ്റ്റെം ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് ഡിസൈൻ, ഒന്ന് ഇതിപ്പോൾ കഴുത്ത് ഇവിടെയാണെങ്കിൽ നെക്ക് പോർഷൻ ഇവിടെ തീരുവാണെങ്കിൽ ഒരെണ്ണം നമ്മുടെ റൈറ്റ് സൈഡിൽ ചെസ്റ്റിൻ്റെ അവിടെയാണ് വരുന്നത്, ഒരെണ്ണം സെൻറ്ററിലും ആയിട്ടാണ് ഡിസൈനിങ് വരുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പാൻറ് ചൂസ് ചെയ്യുവാണെങ്കിൽ യെല്ലോ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രൊജക്ഷൻ കിട്ടും, വെച്ചാൽ നമുക്ക് ഒരു പ്രകാശം കിട്ടുന്നത് യെല്ലോ ആയിരിക്കും. പക്ഷെ എന്നാലും മറ്റേതിട്ടാലും നല്ലത് തന്നെയാണ്, ഇരുണ്ടിരിക്കും എന്നല്ല, കുറച്ചും കൂടെ ലൈറ്റിംഗ് എഫക്റ്റ് കിട്ടണമെങ്കിൽ യെല്ലോ ആയിരിക്കും, ലെമൺ യെല്ലോ ആയിരിക്കും നല്ലത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 900 റുപ്പീസാണ്. അപ്പം അടുത്തത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്, ബ്ലാക്ക് റോ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതും 2.5 മീറ്ററിൻ്റെ റോ കോട്ടൺ മെറ്റീരിയലിനകത്ത് ഇതും കഴുത്തിൻ്റെ താഴെയായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ യു ഷേപ്പിലാണ്. നമുക്കിപ്പം കോളറായിട്ടുള്ള നെക്കോ അല്ലെങ്കിൽ യു കഴുത്താണെങ്കിൽ അതിൻ്റെ താഴത്തോട്ടാണ് ഇങ്ങനെ വർക്ക് വരുന്നത്. നെക്ക് ലൈൻ കഴിഞ്ഞിട്ട് ഡിസൈനിങ് വരുന്നത്. ഇതിൻ്റെ അകത്തും മൾട്ടിപ്പിൾ കളർ ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, ക്രീം ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സിന് വേറൊരു ലൈറ്റ് ഗ്രീൻ കളർ ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ലീവ്സും സ്റ്റെംസ് ഒക്കെ. ഇതിൻ്റെ അകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ലേസി ഡേസിയും സ്റ്റെം സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും അങ്ങനെ പല പല സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 950 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏത് കളർ പാൻസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിലുള്ള ഏത് കളർ ഇട്ടാലും ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാം സ്യൂട്ട് ആകും. പാൻസിൻ്റെ കളർ ഏത് കളർ ഇട്ടാലും സ്യൂട്ട് ആകും. നമുക്ക് അടുത്ത മെറ്റീരിയൽ കണ്ടു നോക്കാം. ഇത് നമ്മുടെ ഒരു അടുത്ത മെറ്റീരിയൽ പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡ് റോ കോട്ടൺ മെറ്റീരിയൽ 2.5 മീറ്ററിൻ്റെ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ കഴുത്തിൻ്റെ ലൈൻ കഴിഞ്ഞിട്ടാണ് താഴത്തോട്ടാണ് ഡിസൈനിങ് വരുന്നത്. ഇതുപോലത്തെ 4 ഡിസൈൻസ് ആണ് ഉള്ളത്. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് വേറെ 3 ഫ്ലവറും ഉണ്ട്. യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രീനും ഉണ്ട്, സ്റ്റെംസും ലീവ്സും എല്ലാം ഗ്രീന്. ഇതിൻ്റെ അകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ലീവ്സ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ആണ് നമ്മൾ ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലവർ ആണെങ്കിലും ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിനകത്ത് യെല്ലോ പാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഗ്രീൻ പാൻസും ഈ പിങ്കുമായിട്ട് കൂടുതൽ ചേരും. റെഡ് ഇടുന്നേക്കാളും നല്ലത് യെല്ലോ അല്ലെങ്കിൽ ഈ ഗ്രീൻ കളർ പാൻസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതിൻ്റെ സ്ലീവിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് ഡിസൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അകത്ത് കൈപ്പടിയുടെ അവിടെയായിട്ട് ഒരു കുഞ്ഞ് ഡിസൈൻ നമ്മൾ ഇതുപോലെ ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് സ്ലീവിൻ്റെ അവിടെ വരുന്നത്. ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റും 975 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പം നമ്മൾ മുമ്പ് കണ്ട മെറ്റീരിയലിൻ്റെ സെയിം കളർ തന്നെയാണ് ഈ മെറ്റീരിയലും. ഇതും റോ കോട്ടൺ മെറ്റീരിയൽ പിങ്ക് ഷെയ്ഡാണ്, 2.5 മീറ്റർ ആണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് കളർ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂയിഷ് കളർ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്രീം ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലവേഴ്സ് തയ്ക്കാൻ. ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഒരു സീക്വൻസിൻ്റെ നടുക്കേ കൂടെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ചേക്കുന്നത്. സീക്വൻസിൻ്റെ മേലിലാണ് ഫ്രഞ്ച് നോട്ട് തയ്ച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ലേസി ഡേസിയാണ് മുഴുവനും സ്റ്റിച്ചസും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലേസി ഡേസിയാണ് എന്നുവെച്ചാൽ ലീവ്സ് തയ്ച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സ് ലേസി ഡേസി ബൂളിയൻ നോട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ തന്നെ ലേസി ഡേസിൻ്റെ വേരിയേഷൻസ് ആണ് ഈ ഒരു ഫുൾ ഡിസൈനിങ്ങിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് വർക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴത്തോട്ട് സ്ലിറ്റിൻ്റെ അവിടം വരെ, സ്ലിറ്റിന് കഴിഞ്ഞിട്ടും ഡിസൈനിങ് പോകുന്ന രീതിയിലാണ് നമ്മൾ തുട വരെ ഉണ്ട് നമ്മുടെ ഡിസൈനിങ് വരുന്നത്. അങ്ങനെ നീണ്ടു പോകുന്ന ഒരു ഡിസൈനിങ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള കളർ കോമ്പിനേഷനാണ്, തെറിച്ച് നിൽക്കുന്ന ഇത് കോമ്പിനേഷൻസ് അല്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു കളറാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പം എന്ന് വെച്ചാൽ ഒട്ടും ക്രീം കൂടെ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഒട്ടും പ്രൊജക്ഷൻ ഇല്ലാന്ന് നമുക്ക് തോന്നും. അപ്പം ഈ ഒരു കളറാണെങ്കിൽ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഈ ഒരു ഫുൾ സെറ്റ്. അപ്പം ഈ കളർ പാൻസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1000 റുപ്പീസാണ്.
അപ്പം ഇന്നത്തെ 6 ഇത് ടോപ്പ് മെറ്റീരിയൽസിൻ്റെ ഏത് ഇതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം സിംഗിൾ പീസസ് ആണ്. ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മെറ്റീരിയലാണെന്ന് വെച്ചാൽ അതെടുത്ത് അയച്ചു തരിക. അപ്പം എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.